Yo, what's up guys? Welcome back to my channel M40 vlog. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നല്ല ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. മയോണൈസ് അതും വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് സാധനം ആവശ്യം വരുന്നുള്ളൂ, എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈമൊന്നും കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് 2 മുട്ടയും പിന്നെ 2 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 2 മുട്ടയുടെ വെള്ളയും പിന്നെ 1 മുട്ടയുടെ മഞ്ഞയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതെടുത്ത് ഒരു മിക്സിയിൽ ജാറെടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളിയാണ് വേണ്ടത്. 2 എണ്ണം എടുത്തിട്ട് ഇടാം. ഇതപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കത് അരയ്ക്കാം. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. നമ്മൾ സ്വിച്ചൊക്കെ ആക്കി വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 1 or 2 അല്ല ചെയ്യേണ്ടത്, റിവേഴ്സിലാണ് ചെയ്യേണ്ടത്. റിവേഴ്സ് ഉണ്ടാവും, അതേപോലെ റിവേഴ്സിൽ അടിച്ചാൽ മാത്രം മതി. നമുക്ക് റിവേഴ്സിൽ അടിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുട്ടയും പിന്നെ വെളുത്തുള്ളിയും ഇട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടണം. അപ്പോൾ ആവശ്യത്തിനാണ് ഉപ്പിടേണ്ടത്. നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. നമ്മളിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കണം. ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യത്തിന് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് മതി. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അത് ടൈറ്റായി വരുന്നവരെ അതൊരു ഓയിൽ ഒഴിച്ച് അടിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഇത് അരയ്ക്കാം. നമ്മളിത് അരച്ചിട്ടുണ്ട്. ടൈറ്റായോ? അപ്പം ഇതായിട്ടില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കണം. ഓയിൽ ഒഴിക്കുന്നുണ്ട്. നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒഴിച്ച് നമുക്ക് ഇനി മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതേപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ കട്ടിയായി വരുന്ന വരെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കണം. കുറച്ച് ഒഴിച്ചിട്ട് അടിക്കണം. ഒറ്റയടിക്ക് അടിക്കുകയാണെങ്കിൽ അത് ആവത്തില്ല, ഇതേപോലെ ആവത്തില്ല. അപ്പോൾ കുറച്ച് അടിച്ചടിച്ച് കുറച്ച് ഒഴിച്ച് അടിക്കണം. ഇനി നമുക്കിത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.